വെടിവെപ്പുണ്ടായി. കുഴിത്തുറ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ പുതുക്കട എന്ന് പറയുന്ന സ്ഥലത്ത്, മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത്, 3 ഇടത്താണ് വെടിവെപ്പുണ്ടായത്. ഈ വെടിവെപ്പുണ്ടായ സന്ദർഭത്തിൽ അതിൽ 7 പേര് മരിക്കുകയാണ്. അതിനു മുമ്പും ഒരു വെടിവെപ്പുണ്ടായി. പ്രക്ഷോഭകാരികളുടെ നേർക്ക് പോലീസ് നിറയൊഴിച്ചു. 2 മരണങ്ങൾ ഉണ്ടായി. അങ്ങനെ 2 തവണയായിട്ട് 9 മരണങ്ങൾ ഉണ്ടാവുകയും ഈ കാലമായപ്പോഴേക്കും ഈ ഒരു ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലും ഇതുപോലെ ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അവിടെ പൊട്ടി ശ്രീരാമുലു എന്ന് പറയുന്ന നേതാവ്, കോൺഗ്രസ് നേതാവ്, ഒരു പ്രത്യേക ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ഇരുന്നു. നിരാഹാര സത്യാഗ്രഹം ഇരിക്കുക മാത്രമല്ല, സത്യാഗ്രഹ പന്തലിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് വലിയ ഒരു ക്ഷോഭത്തിനും ദുഃഖത്തിനും എല്ലാം കാരണമായി. രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി തന്നെ ഈ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർനിർണയിക്കണം എന്ന ആശയത്തിന് ഒരു പ്രാധാന്യം നൽകുകയും അതിനു വേണ്ടിയിട്ട് ഒരു സമിതിയെ അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തു. ആ സമിതിയിൽ സമിതിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ട്. അതുകൂടാതെ 2 അംഗങ്ങൾ ഉണ്ട്. ഈ 2 അംഗങ്ങളും അധ്യക്ഷനും കൂടി ചേർന്നിട്ടാണ് സമിതി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവർ ഇന്ത്യയിൽ എല്ലായിടത്തും സന്ദർശിക്കുകയുണ്ടായി. ഫസൽ അലി എന്ന ഒരു ന്യായാധിപൻ, മുൻ ന്യായാധിപൻ ആയിരുന്നു ഈ പ്രത്യേക സമിതിയുടെ അധ്യക്ഷൻ. സർദാർ KM പണിക്കർ, മലയാളിയായ KM പണിക്കർ അതിൽ ഫുൾ ടൈം മെമ്പറാണ്. അതുപോലെ നെഹ്റുവിൻ്റെ ബന്ധു കൂടിയായ കശ്മീരിയായ HN ഖുൺസ്രു എന്ന് പറഞ്ഞ ആൾ അതിനകത്ത് മറ്റൊരു അംഗമായിരുന്നു. സ്വാഭാവികമായിട്ട് മലയാളികൾ ധരിച്ചു സർദാർ പണിക്കരെ പോലെ ഒരാളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അർഹിക്കുന്ന നീതി കിട്ടുമെന്ന്. എന്നാൽ റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ സമിതിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കന്യാകുമാരി ജില്ല അപ്പാടെ അത് മദ്രാസ് സ്റ്റേറ്റിലേക്ക് ലയിക്കണം എന്ന് ശുപാർശ ചെയ്യുകയായിരുന്നു. എന്നാൽ പകരം തമിഴ്നാട്ടിനോട് ചേരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ ദേവികുളവും പീരിമേടും കേരളത്തിൽ നിലനിർത്താനായിട്ട് ഈ സമിതി ശുപാർശ ചെയ്തു. അതുപോലെ ചിറ്റൂർ താലൂക്ക് അത് കേരളത്തിൽ തന്നെ നിലനിർത്താനായിട്ടും ഈ സമിതി ശുപാർശ ചെയ്തു. എന്നാൽ ചെങ്കോട്ട താലൂക്ക് അപ്പാടെ തമിഴ്നാട്ടിലേക്ക് ചേർക്കണം എന്നായിരുന്നു ഈ സമിതിയുടെ ശുപാർശ. കൂർഗ് ഇതുപോലെ കേരളത്തിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞിരുന്ന സമരത്തെയും ഈ സമിതി അവഗണിക്കുകയാണ് ചെയ്തത്. ഗൂഡല്ലൂരിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം അവിടുത്തെ മലയാളികൾ തങ്ങളെ കേരളത്തിലേക്ക് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുകയുണ്ടായി. അതിനെയും ഈ സമിതി പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രക്ഷോഭകരമായ മലയാളികൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു തീരുമാനം ആണ് ഈ സമിതി എടുത്തത്. ഈ സമിതിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം കന്യാകുമാരി ജില്ലയിലെ തമിഴ് സംസാരിക്കുന്നവർക്കാണ് ഭൂരിപക്ഷം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. പക്ഷേ ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംവിധാനത്തെപ്പറ്റി ഉള്ള ഗവൺമെൻറ് ഗസറ്റിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് വശത്തും അറബിക്കടലിൻ്റെ കിഴക്ക് വശത്തുമുള്ള പ്രദേശമാണ് ഈ കന്യാകുമാരിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കന്യാകുമാരിയുടെ കാര്യത്തിൽ കേരളത്തിന് ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമിതി ഇതിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ ഹോസ്ദുർഗും കാസർഗോഡും കേരളത്തോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് സമിതി ശുപാർശ ചെയ്തു. അവിടെ സമിതി പറഞ്ഞത് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെയൊക്കെ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. അതായത് പുരാതന കാലഘട്ടത്തിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ചന്ദ്രഗിരി പുഴയുടെ തെക്കുവശത്തുള്ള പ്രദേശമാണ് കേരളം. ചന്ദ്രഗിരി പുഴ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം, പരശുരാമൻ
മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണെന്ന് ഒരു മിത്ത് ഉണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തെ അവിടെ ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ കാസർഗോഡിൻ്റെയും അതുപോലെ ഹോസ്ദുർഗ് താലൂക്കാൻ്റെയും കാര്യത്തിൽ അവർ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അംഗീകരിക്കുകയും, എന്നാൽ കന്യാകുമാരിയുടെ കാര്യം വരുമ്പോൾ ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, അതുപോലെ അത് വേണാടാണ് ഭരിച്ചിരുന്നത്, അതിൽ കന്യാകുമാരി മാത്രം പുറത്തായ നാടായിരുന്നു. അത് 18-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് അത് ആർക്കോട് നവാബിൽ നിന്ന് നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നത്, വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളെ ഈ സമിതി അവഗണിക്കുകയും ചെയ്തു. അന്ന് ഈ KM പണിക്കരെ മലയാളികൾ വളരെ കുറ്റപ്പെടുത്തുകയുണ്ടായി. ചരിത്ര നോവലിസ്റ്റായി അറിയപ്പെടുന്ന കവിയായ ചരിത്രകാരനായ KM പണിക്കർ മലയാളികളോട് നീതി കാണിച്ചില്ലല്ലോ എന്ന് അവർ പലരും പറയുകയും അതിനെ ഒരു ആരോപണമായി അദ്ദേഹത്തിൻ്റെ ജാമാതാവായ, അതായത് മകളായ ദേവകി പണിക്കരുടെ ഭർത്താവായ MN ഗോവിന്ദൻ നായർക്ക് മുഖ്യമന്ത്രിയാകുവാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന ആരോപണവും ഉന്നയിച്ചു. ഇതല്പം ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. KM പണിക്കരുടെ മകൾ ദേവകി പണിക്കരുടെ പ്രേമവിവാഹമായിരുന്നു. ആ പ്രേമവിവാഹത്തിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ, തിരുവിതാംകൂറിലെ സംബന്ധിച്ച് അനിഷേധ്യ നേതാവായ MN ഗോവിന്ദൻ നായരെ ദേവകി പണിക്കർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഈ കന്യാകുമാരി കേരളത്തിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർന്നുണ്ടാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുവാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് പരക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. കാരണം കന്യാകുമാരി ജില്ലയിലെ ആളുകൾ തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോഴും പൊതുവെ അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ നിലപാട് എടുക്കുന്നവരായിരുന്നു. അപ്പോൾ ഈ തൻ്റെ ജാമാതാവിന് വേണ്ടിയാണ് തിരുവിതാംകൂറിനെ വഞ്ചിച്ചത് എന്ന ഒരു ആരോപണം അക്കാലത്ത് വ്യാപകമായി കേട്ടിരുന്നു. അതിൻ്റെ ന്യായാന്യായതകളെക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് വിശദമായി സംസാരിക്കേണ്ടി വരും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. സർദാർ KM പണിക്കർ ഈ 1947 ബിക്കാനീർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്നു. അവിടെ ഈ ചിത്ര തിരുനാൾ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ മാതാവും കൂടി ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തി. ഈ ഔദ്യോഗിക സന്ദർശനം നടത്തിയ സമയത്ത് അവിടുത്തെ രാജകുടുംബത്തിലെ ഒരു അംഗം ചിത്ര തിരുനാളിനോട് കലശലായ പ്രേമമായി. ഓർക്കണം, ഒരു എലിജിബിൾ ബാച്ചിലറായിട്ടാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയെ അന്നത്തെ കാലത്ത് മറ്റ് രാജകുടുംബത്തിലെ അംഗങ്ങൾ പോലും കണ്ടിരുന്നത്. വളരെ സുമുഖനായിരുന്നു, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല ഒരു പ്രോഗ്രസീവ് കിങ് എന്നുള്ള ഒരു പരിവേഷവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിക്കാനീറിലെ രാജകുമാരിക്ക് കലശലായ പ്രേമമായി ചിത്ര തിരുനാളിനോട്. ആ പ്രേമം അവരുടെ രക്ഷാകർത്താവായ രാജാവിനോട് പറയുകയും രാജാവ് ഔപചാരികമായി ഒരു വിവാഹ ആലോചനയിലേക്ക് എത്തുകയും ചെയ്തു. ബിക്കാനീറിലെ രാജാവ് തന്നെ അമ്മ മഹാറാണിയോട് ഈ വിവാഹകാര്യം ഉന്നയിക്കുകയും അമ്മ മഹാറാണി, അതായത് സേതു പാർവതിബായി, അതായത് ചിത്ര തിരുനാളിൻ്റെ മാതാവ്, ഉടനെ തന്നെ ഈ രാജകീയ സന്ദർശനം വെട്ടിച്ചുരുക്കി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ഉണ്ടായി. അതിൽ ഇളിഭ്യനായത് സർദാർ KM പണിക്കർ. സ്വാഭാവികമായി സർദാർ KM പണിക്കർക്ക് അതിലൊരു മനപ്രയാസം ഉണ്ടായിരുന്നു. ആ മനപ്രയാസം കൂടി ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയിലെ ഔപചാരികമായ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം തീർത്തു എന്നും അക്കാലത്ത് ഒരു സംഭാഷണത്തിൽ, അതായത് ഒരു ഓറൽ
ഒക്കെ ആയിട്ട് ആളുകൾ പറഞ്ഞിരുന്നു, വാമൊഴിയായിട്ട് പറയുമായിരുന്നു. ഇതിലൊക്കെ എത്ര നേരുണ്ട്, എത്ര അസത്യമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.